ഭയപ്പെട്ടു അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിനകത്തും ഫലപ്രദമായ മുദ്രവഴി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റിനും ഒലിവ് തൈകൾ പോലും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ താഴ്ത്താം. സ്നേഹത്തിന്റെ ഉറവിടമാം ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം വളരെ നാട്ടിൽ കർത്താവേ, പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിട്ടുള്ള ഈ നന്മയെ ഇന്ന് കാണുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നന്മകളെ ഓർത്ത് നന്ദിയോട് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, പ്രത്യേകം ഈ ഭവനത്തെ പൂർണ്ണമായിട്ടും അവരുടെ തിരുക്കരങ്ങളെ ഞങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. മാതാവിനെയും പിതാവിനെയും മക്കളെയും കർത്താവെ അടുക്കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനീതനായിരിക്കുന്നത് നന്നല്ല എന്ന് തക്കതായ തുണയെ ഉണ്ടാക്കി എന്റെ ദൈവമേ, നിന്റെ മകൾക്ക് വേണ്ടി ഒരു തക്കതായ തുണയെ എന്റെ ദൈവം കാണിച്ചു കൊടുത്തു. കർത്താവ്, വിശേഷാൽ ഇന്ന് ദേവാലയത്തിൽ വെച്ച് നിന്റെ മക്കൾ ഇരുവരുടെയും കർത്താവ് സ്തോത്രവും വിവാഹ നിശ്ചയം നടക്കുന്നതായിട്ടുള്ള അവസരത്തിലും എന്റെ ദൈവത്തിന്റെ കൃപ കൂടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം നടത്തിയ എന്റെ ദൈവം ഇനിയും ദൈവമേ നിന്റെ മക്കളെ നടത്തുമാറാകണമെന്ന സമയത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേക ഈ നാടുവരെയിലും ഈ കുടുംബത്തിൽ ഹല്ലേലൂയ ദൈവം വളർന്ന ആളായി ജോലി ലഭിച്ച് കർത്താവെ അങ്ങയുടെ നന്മകളെ രുചിച്ചറിഞ്ഞ എന്റെ മകൾ ഇനി മുതൽ ഹല്ലേലൂയ ഒരു വിവാഹ കർത്താവത്തിൽ കൂടെ മറ്റൊരു ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോഴും അവിടെയും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ നിന്ന് നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമ്മൾക്ക് വേണ്ടി ചെയ്യപ്പെട്ട കരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഈ അവരുടെ പേരൻസിനെയും കൂടപ്പിറപ്പുകളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, സകല കാര്യങ്ങളും എന്റെ ദൈവം അനുഗ്രഹിച്ച് തരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇപ്പോഴും സ്തോത്രം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കർത്താവ് പ്രിയമാനെയും അത് തുണയായി കൊടുത്തിരിക്കുന്ന മകളെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, കുടുംബമായിട്ട് അനുഗ്രഹിക്കണം. കഴിഞ്ഞാളെല്ലാം എന്റെ ദൈവം മകളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം. കാര്യങ്ങൾ പ്രയാസങ്ങൾ വന്നപ്പോഴും കൈവിടാതിരിക്കുന്ന എന്റെ ദൈവം എന്റെ മകളെ എതിർന്നെല്ലാം കർത്താവെ രക്ഷിച്ച കൃപകൾക്കായിട്ട് നന്ദി. കർത്താവെ, മറ്റും ഈ നാട്ടിലെ ബന്ധുജനങ്ങളായി സഹോദരങ്ങളായി സ്നേഹിതരായി കുടുംബാംഗങ്ങളായി കർത്താവെ വേണ്ടി വിളിച്ചിരിക്കുന്ന എല്ലാ മക്കളും തക്ക സമയത്തിൽ വരുവാനും സകല കാര്യങ്ങളും നേർത്തിയാഴ്ചവനെ നടക്കുവാനും പരിശുദ്ധാത്മാവെ കൃപ ചെയ്യണം. പ്രത്യേക ദൈവമേ, ആരെല്ലാം ക്ഷണിച്ചിരിക്കുന്നുവോ അവരെല്ലാം തക്ക സമയത്തിൽ വരണം. അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കർത്താവ് വരുന്നിലും ദൈവത്തിന്റെ കൃപ ഇരിക്കണം. കാനായിൽ വന്ന് കർത്താവെ കല്യാണ വീട്ടെ അനുഗ്രഹിച്ചതായിട്ടുള്ള എന്റെ ദൈവം സകല കാര്യങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലാവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണം. ഇവയൊന്നും ഞങ്ങൾ ഓർത്തിരിക്കുവാൻ വേണ്ടി കർത്താവെ സ്തോത്രം. വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ കർത്താവെ അവരെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി കർത്താവ് ഇന്ന് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾക്കായി സ്തോത്രം. യാതൊരു ദോഷമോ പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകാതെ വേണം കർത്താവ് കാക്കണം. ദൈവസ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മക്കാവും അവയോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും
പ്രിയ മകളോടും കുടുംബത്തോടും ഇന്നേക്കും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകലതകളും നിറഞ്ഞിരിക്കുന്ന സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങിനുള്ള രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ, ഞങ്ങളുടെ ആലോചനകളെ, തീരുമാനങ്ങളെ ശംസിക മൂലം വെടിപ്പാക്കേണമേ. സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ
സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വധുവിന്റെ പിതാവ് മുമ്പോട്ട് വന്ന് ഇപ്പോൾ സ്വാഗതമാക്കപ്പെട്ടു. അയ്യപ്പൻ കോവിലിൻ്റെ വകയിൽ കുന്നത്തൂര് വീട്ടിൽ ശ്രീ രാജു തോംസൻ്റെയും ശ്രീമതി ലതാ രാജുവിൻ്റെയും മകൾ നിഖില രാജുവും, പൂങ്കുളം ഇടവകയിൽ ശ്രീ അശോകിൻ്റെയും ശ്രീമതി സിന്ധു അശോകിൻ്റെയും മകൻ രാഹുൽ അശോകും തമ്മിൽ വിവാദരാകുവാൻ ഞങ്ങൾ ഇരു കുടുംബങ്ങളും ധാരണയായിട്ടുണ്ട്. ഈ ധാരണ വിവാഹ നിശ്ചയം ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ഈ സഭയുടെയും മുമ്പാകെ ഉറപ്പിക്കുവാനും പ്രഖ്യാപിക്കുവാനുമാണ് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. ഈ നിശ്ചയം ദൈവസഹായത്താൽ നടപ്പിലാക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് തുടർന്ന് നടക്കുന്ന സ്നേഹ സൽക്കാരത്തിലേക്കും ആദരപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്നു മുതലുമായ വാക്യങ്ങളെ എല്ലാവരും ശ്രദ്ധയോടെ കേൾപ്പീൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വായിക്കേണ്ടതായ വേദഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുക. അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും അവന്റെ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാം ഇന്നു മുതൽ നേർക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വധുവിനോടും വരനോടും രാഷ്ട്രത്തിന്റെ നിയമപ്രകാരവും
ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഈ നിൽക്കുന്ന രാഹുൽ എസിനെ വിവാഹം കഴിക്കുവാൻ എനിക്ക് സമ്മതമാണോ? രാഷ്ട്രത്തിന്റെ നിയമപ്രകാരവും ദക്ഷിണേന്ത്യ സഭയുടെ നിയമപ്രകാരവും ഈ നിൽക്കുന്ന നിഖില രാജുവിനെ വിവാഹം കഴിക്കുവാൻ എനിക്ക് സമ്മതമാണോ? എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സകല പ്രപഞ്ചത്തിന്റെയും ഞങ്ങളുടെയും ശിശുവായ പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹ നിശ്ചയം ചെയ്യുന്നു. വിവാഹിതരാകുവാൻ തീരുമാനിച്ചിരിക്കുന്ന രാഹുലിനെയും നിഖിലയെയും അവരുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ തീരുമാനങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നിവർത്തിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാനും അവിടുത്തെ പുത്രൻ മുഖാന്തരം ഇവരെ സഹായിക്കണമേ. ആമേൻ. ഈ സമയത്ത് നാം നിൽക്കുമ്പോൾ തന്നെ കീർത്തനം 35 പാടുന്നതായിട്ടുള്ള അവസരത്തിൽ വധുവും വരനും അതേപോലെ ഇരു കൂട്ടത്തിലുള്ള കൈക്കാരന്മാർ അതേപോലെ അവരുടെ പേരൻസ് മുൻപിൽ വന്ന് വിവാഹം വിളിച്ചിട്ടുള്ള തുറയിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. അവർക്ക് കുന്നത്തുകുളി വീട്ടിൽ മിസ്റ്റർ രാജു തോമസിൻ്റെയും മിസസ് ലത രാജുവിൻ്റെയും മകൾ നിഖില രാജുവും സൗത്ത് കേരള ഡയസിസിൽ കുങ്കുളം CSI സഭയിൽ ലെറ്റ് മിസ്റ്റർ അശോക് കുമാർ, മിസസ് സിന്ധു അവരുടെ മകൻ രാഹുൽ എസിനും വിവാഹം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇവരുടെ വിവാഹം 2023 ഒക്ടോബർ മാസം 23-ാം തീയതി പൂങ്കുളം CSI സഭയിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ആമേൻ. നിന്റെ മകളായ പ്രിയപ്പെട്ടവരെ, നിന്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. അവർ തങ്ങളുടെ വിവാഹത്തിന് ഒരുങ്ങുന്ന ഇനിയുള്ള ദിനങ്ങളിൽ നിന്റെ കൃപയുള്ള നടത്തപ്പ് അവർക്ക് നൽകണമെന്നായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവർ ഇരുവരും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും വിശുദ്ധിയോടും അന്യോന്യം സ്നേഹത്തോടും കൂടി വിവാഹം നാളുകളിലേക്ക് കടന്നു വരുവാൻ അവരെ ഒരുക്കണമെന്ന് ഈ നിന്റെ മക്കളെ ഇരുവരെയും ഞങ്ങളുടെ വിവാഹ ദിവസത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും ഉടമ്പടികളും പ്രതിജ്ഞകളും ജീവപര്യന്തം സൂക്ഷിക്കുവാൻ സഹായിക്കണമേ. അനുഗ്രഹമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നിത്യം നാട ഇമ്പമുള്ള ജീവിതവോ ഏറെദാന മാനങ്ങളോ തുമ്പമാറ്റ സൗഖ്യങ്ങളോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം വളരെ നാட்கள் പ്രാർത്ഥനയോടുകൂടെ ആഗ്രഹിച്ചിരുന്ന ഈ വിവാഹ നിശ്ചയം ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാനായിട്ട് സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ
നിഖിലയുടെ പപ്പയും അമ്മയും ഈ വിവാദ ആലോചനകൾ ഇരു കൂട്ടരും തുടങ്ങുന്നതായിട്ടുള്ള അവസരങ്ങളിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് വന്ന് പറയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഈ സെന്റ് സ്റ്റീഫൻ CSI ദേവാലയത്തിൽ വെച്ച് ഈ ശുശ്രൂഷ നടത്തുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതിനെ നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ വധുവിൻ്റെ മാതാവും പിതാവും ഇവിടെ കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തു വന്നതായിട്ടുള്ള ശുശ്രൂഷകരെ അനേകരെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും വരുവാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മോട് കൂടെ കടന്നു വന്ന് വധുവിനെയും വരനെയും പ്രാർത്ഥനയിനാൽ അനുഗ്രഹിച്ച പ്രിയ ബിനോയ് മാത്യുവച്ചൻ കഴിഞ്ഞ നാட்களிൽ ഈ ദേവാലയത്തിൽ ഇടവ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നു. പ്രിയ കുടുംബത്തിന്റെ ക്ഷണം അനുസരിച്ച് വളരെ സന്തോഷത്തോടെ രാവിലെ തന്നെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ മക്കളെ അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദിയോടെ ഈ കുടുംബത്തിന്റെ നാമത്തിൽ അച്ഛന് നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ കേരളത്തിൽ സഭയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു വരുന്നതായിട്ടുള്ള പ്രിയ ജോണി സാർ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവവേല ആ ദേശത്തിൽ ചെയ്തു വരുന്നു. പ്രിയ സാറിനെയും ഈ പ്രിയ കുടുംബത്തിന്റെ ക്ഷണമനുസരിച്ച് ഇവിടെ സാർ കടന്നു വന്ന് ഈ പ്രിയ മക്കളെ പ്രാർത്ഥനയാൽ അനുഗ്രഹിച്ചു. സാറിന് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ ഐപ്പകോയിൽ സഭയുടേതായിട്ടുള്ള ഉപസഭയായിരിക്കുന്നതായിട്ടുള്ള കോടിമല മുറുകാട്ടുകൊടി ഈ രണ്ട് സഭയിലും ശുശ്രൂഷ ചെയ്തു വരുന്നതായിട്ടുള്ള പ്രിയ ഡൊമിനിക് ഐസക് സാർ നമ്മോട് കൂടെ ഈ പ്രിയ കുടുംബത്തിന്റെ ക്ഷണം അനുസരിച്ച് ഇന്ന് വരികയും പ്രാർത്ഥനയിനാൽ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. സാറിനെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഞാൻ വാഴ്ത്തും. ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ വധുവിന്റെയും വരന്റെയും ഇരു കുടുംബത്തിന്റെയും കുടുംബാംഗങ്ങളായി സഹോദരങ്ങളായി സ്നേഹിതരായി ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നന്ദിയോടെ ഒരിക്കൽ കൂടെ ഞാൻ വാഴ്ത്തുന്നു. ദൈവം കൃപയാൽ നിങ്ങളേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സഭയുടെ കമ്മിറ്റി കൈക്കാരന്മാർ, സെക്രട്ടറി, കൗൺസിൽ മെമ്പർമാർ, സഭാ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവം വന്ന് ഈ കാര്യങ്ങളെ ഇന്ന് രാവിലെ മുതൽ തന്നെ വന്ന് ഈ മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. പ്രിയ മക്കളെ ക്രൂശിന്റെ മറവിൽ മറിച്ച് കാക്കട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുവരെയിലും ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ശുശ്രൂഷ വിജയിക്കുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് വന്ന എല്ലാ ദൈവമക്കളെയും നന്ദിയോട് ഞാൻ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് അനേക ദൂരദേശങ്ങളിൽ നിന്നെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരെ വാഹനങ്ങൾ ഓടിച്ച് കൊണ്ടുവന്ന ഡ്രൈവർമാർ, മറ്റും ഈ വിവാദ കാര്യങ്ങൾ എന്നും നാം ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൽ വീഡിയോ പകർത്തുന്ന വീഡിയോഗ്രാഫർ, അതേപോലെ ഫോട്ടോഗ്രാഫർ, അവരുടെയും നന്ദിയോടെ ഞാൻ വാഴ്ത്തുന്നു. വന്നിരിക്കുന്ന നാം എല്ലാവർക്കും ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്ത കാറ്ററിംഗ് ഓണേഴ്സ് അവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ രാജ്യവും ശക്തിയും സഭയുടെ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ മണവാട്ടിയെ അണിയിച്ചിരിക്കുന്ന ദൈവമേ, ഇപ്പോൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന രാഹുലിന്റെ മേലും നിഖില രാജുവിന്റെ മേലും അവിടെ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ. ഇരു കുടുംബങ്ങളെയും ഈ തീരുമാനങ്ങൾ നിവർത്തിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണമേ. ഈ മാസം 23-ാം തീയതി നടത്തപ്പെടുന്ന വിവാഹ ശുശ്രൂഷയിന്മേലും അവരുടെ കുടുംബജീവിതത്തിന്മേലും സ്വർഗ അനുഗ്രഹങ്ങളെ പകരണമേ. തിരുവിഷ്ടം ചെയ്യുന്നവരായ മനുഷ്യരുടെ പുതിയ കുടുംബത്തിലെ അംഗങ്ങളായി കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented?
Thank you.